പ്രൈമർലി ടിയർ 1 സിറ്റീസിലൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ പോലുള്ള ടിയർ 1 സിറ്റീസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഇഷ്യൂ ആണ്, പൊല്യൂഷൻ ഒരു ഇഷ്യൂ ആണ്. ഈവൺ ഇപ്പോൾ വലിയൊരു വാട്ടർ ഷോർട്ടേജ് അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ ടിയർ 2 സിറ്റികളിലേക്ക് മാറാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. വി ഹാവ് നോട്ട് മാർക്കറ്റഡ് അവർ സ്റ്റേറ്റ് ഓർ അവർ സിറ്റി ആസ് എൻ IT ഡെസ്റ്റിനേഷൻ സോ ഫാർ. അപ്പോൾ ഇപ്പോൾ ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വീക്കെൻഡും നമുക്ക് മുന്നാറിൽ പോകാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ കുമരകത്ത് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ കമ്പനികളെ അല്ല അട്രാക്ട് ചെയ്യേണ്ടത്, നമ്മൾ IT പ്രൊഫഷണൽസിനെയാണ് അട്രാക്ട് ചെയ്യേണ്ടത്. വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നവരും ഫ്രിഡ്ജ് ഉണ്ടാക്കുന്നവരും കാർ ഉണ്ടാക്കുന്നവരും ഒരു കാലത്ത് അതുമാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരൊക്കെ അതിൽ സെൻസേഴ്സും അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൽ ആപ്ലിക്കേഷൻസും അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്നും UPI വെച്ച് നമ്മുടെ മൊബൈൽ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇതേ കാര്യം ഒരു ഡെവലപ്പ് കൺട്രിയിൽ പോയി നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഞാനൊക്കെ ഇപ്പോഴും IT ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. 30 വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും ഇന്നും പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. ഐ വിഷ് ഐ ഹാഡ് ബോൺ ഡ്യൂറിങ് ദിസ് ടൈം. ഇൻഫോ പാർക്കിൻ്റെ CEO സുശാന്ത് കുറുന്തിലാണ് ഇന്ന് നമ്മോടൊപ്പം റൈറ്റ് ആംഗിളുള്ളത്. സ്വാഗതം. നമസ്കാരം. ഇൻഫോ പാർക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ IT എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ IT ഹബ്ബ് ബാംഗ്ലൂരാണ്. എന്തുകൊണ്ടാണ് കേരളം ITയുടെ കാര്യത്തിലെങ്കിലും മറ്റൊരു ബാംഗ്ലൂരായി മാറാത്തത്? അതിന് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ IT തുടങ്ങുന്നത് ബാംഗ്ലൂർ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായത് കാരണമാണ്. ബാംഗ്ലൂരിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈവൺ ഒരു 1918 ഏകദേശം ആ ഒരു സമയത്ത് തന്നെ അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ വരുന്നു. പിന്നീട് ഇത് വരുന്നു, IISc വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപിടി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബാംഗ്ലൂരിൽ ഒരുപാട് ഈ പബ്ലിക് എൻ്റർപ്രൈസസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ BEL ആണെങ്കിലും BHEL ആണെങ്കിലും HMT ആണെങ്കിലും. അപ്പോൾ അതൊരു ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നു, അതിനുശേഷം ഇൻഫോസിസ്, വിപ്രോ ഒക്കെ വരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലാണ് ബാംഗ്ലൂരിൻ്റെ വളർച്ച വരുന്നത്. കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് IT പാർക്ക് ടെക്നോ പാർക്കായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രോഗ്രസ് അത്ര കൂടുതലുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ടത് നമ്മൾ ഇവിടെ നിന്ന് അത്ര വലിയൊരു എഡ്യൂക്കേഷണൽ ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ കേരളം മുമ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈവൻ കേരളത്തിൽ നിന്ന് തന്നെ കർണാടകത്തിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ എഡ്യൂക്കേഷൻ നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വരുന്നത് വളരെ പിന്നീടാണ്. അപ്പം നമ്മൾ ആ ഒരു ഇനീഷ്യലി ആ ഒരു എഡ്യൂക്കേഷൻ ബസ് മിസ് ചെയ്ത് പോയി. 20 വർഷത്തെ പ്രവർത്തനമുണ്ട് ഇൻഫോ പാർക്കിന് കേരളത്തിലുള്ളത്. 20 വർഷം ഇൻഫോ പാർക്ക് കേരളത്തിൽ എന്തു ചെയ്യുമായിരുന്നു? 20 വർഷം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു ബിൽഡിങ്ങുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നൊക്കെ IT വരണമെന്നുണ്ടെങ്കിൽ നല്ല ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ അങ്ങനെ ആ ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്ത് ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ഗവൺമെൻറ് ആ ഒരു തരത്തിൽ ഇത് ബിൽഡ് ചെയ്ത് വന്നതാണ്. നമ്മുടെ ഇന്നുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഇൻഫോ പാർക്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന ലീഡർഷിപ്പ്, അവർ വളരെ കൃത്യമായ സമയത്ത് അതിനുള്ള ആ ഒരു IT ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇൻഫോ പാർക്ക് ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് IT പാർക്കായിട്ട് മാറുന്നത് കേരളത്തിൽ. അത് പറയുമ്പോൾ തന്നെ ഫാസ്റ്റസ്റ്റ് ആണെന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട ഗൂഗിളോ മൈക്രോസോഫ്റ്റോ പോലെയുള്ള വലിയ വലിയ കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. IBM വന്നിട്ടുണ്ടല്ലോ. IBMൻ്റെ 1000-ഓളം ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ IBM വന്നിട്ട് വളരെ റീസെൻ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? വളരെ റീസെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഒരു വലിയ എക്സ്പാൻഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സ്പേസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുക്കാനുള്ള ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ
IBM വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അവരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ IT സർവീസസ് കമ്പനീസായ TCSും വിപ്രോവും കോഗ്നിസൻറ്റും ഒക്കെ ഇവിടെയുണ്ട്, HCL ഉണ്ട്, ടെക് മഹീന്ദ്ര ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഗൂഗിളോ മൈക്രോസോഫ്റ്റോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കൊച്ചിക്ക് ഒരു നല്ല സാധ്യതയുണ്ട്. കാരണം പല കമ്പനികളും ഈ ഒരു Tier 2 സിറ്റീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അർത്ഥത്തിൽ നോക്കുമ്പോൾ കൊച്ചിയേക്കാൾ വളരെ വേഗത്തിൽ ഹൈദരാബാദും അതുപോലുള്ള സ്ഥലങ്ങൾ വികസിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് Tier 2 സിറ്റികളിലേക്ക് അതിവേഗം IT-യുടെ കേന്ദ്രങ്ങൾ മാറുന്നുണ്ട്. കൊച്ചിയിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? ഇപ്പോൾ IT-യിൽ നമ്മൾ പറയുമ്പോൾ കുറേ IT Tier 1 സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ, മുംബൈ, ഗുർഗാവൺ, ഇതൊക്കെ IT-യുടെ Tier 1 സിറ്റീസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ IT ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ IT ഇൻഡസ്ട്രി വളർന്നിരിക്കുന്ന സിറ്റീസാണത്. പിന്നെ IT-യിൽ Tier 2 സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോയമ്പത്തൂർ, കൊച്ചി, ട്രിവാൻഡ്രം, ഇൻഡോർ, ജയ്പൂർ, ഇതൊക്കെയാണ് IT Tier 2 സിറ്റീസ്. അപ്പോൾ ഇപ്പോൾ ഈ Tier 2 സിറ്റീസിലേക്ക് ഒരു വലിയ അട്രാക്ഷൻ വരുന്നുണ്ട്. പ്രൈമർലി Tier 1 സിറ്റീസിലൊരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള Tier 1 സിറ്റീസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഇഷ്യൂ ആണ്, പൊല്യൂഷൻ ഒരു ഇഷ്യൂ ആണ്. ഈവൺ ഇപ്പോൾ വലിയൊരു വാട്ടർ ഷോർട്ടേജ് അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ Tier 2 സിറ്റികളിലേക്ക് മാറാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ കോവിഡിന് ശേഷം ഒരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനികൾ ഒരു സിറ്റീസിലേക്ക് ലെറ്റ്സ് ഗോ ടു എ സിറ്റി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസ് പറയുന്നു എനിക്ക് ജീവിക്കേണ്ടത് ഇന്ന സിറ്റിയിലാണ്. അപ്പോൾ IT പ്രൊഫഷണൽസ് ഏത് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നോ അവിടത്തേക്ക് കമ്പനികൾ അവരെ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനികളെ അല്ല അട്രാക്ട് ചെയ്യേണ്ടത്, നമ്മൾ IT പ്രൊഫഷണൽസിനെയാണ് അട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ. പക്ഷേ കേരളത്തിൽ തുടങ്ങുന്ന IT കമ്പനികൾ തന്നെ, സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങിയാൽ തന്നെ ഇപ്പം യൂണിക്കോണായി മാറി കേരളത്തിൻ്റെ സ്ഥാപനം ബാംഗ്ലൂരിലേക്ക് പറിച്ചു നട്ടു. ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാം ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കേരളത്തിന്? അത് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിലും എപ്പോഴും ഒരു വലിയ ബ്രാൻഡ് ഉണ്ടെങ്കിലും ആരായാലും അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു കമ്പനിക്ക് അവർക്കൊരു ബാംഗ്ലൂരോ ഹൈദരാബാദോ അഡ്രസ്സ് ഉണ്ടെങ്കിൽ, സോ ദേ മൈറ്റ് തിങ്ക് ദാറ്റ് അവരുടെ ഇപ്പോൾ ഒരു ഫണ്ട് റേസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ ആണെങ്കിലും ആ ഒരു അഡ്രസ്സ് ഒരുപക്ഷെ അവർക്ക് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മളെങ്ങനെയാണ് കൊച്ചിയെ ആ നിലവാരത്തിലേക്ക് മാർക്കറ്റ് ചെയ്തെടുക്കേണ്ടത് എന്താണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, വി ഹാവ് നോട്ട് മാർക്കറ്റഡ് അവർ സ്റ്റേറ്റ് ഓർ അവർ സിറ്റി ആസ് എൻ IT ഡെസ്റ്റിനേഷൻ സോ ഫാർ. അപ്പോൾ അതാണ് പ്രൈമറി പ്രോബ്ലം. നമ്മൾ ഈ 20 വർഷമായിട്ടും പ്രോപ്പറായി മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്? അങ്ങനെയല്ല, മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രൊഫഷണൽസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ സെൻറ്ററിൽ എത്ര പ്രൊഫഷണൽസ് ജോലി ചെയ്യുന്നുണ്ടാവും? ഏകദേശം 67,000-നടുത്ത് പ്രൊഫഷണൽസ് കൊച്ചിയിലുണ്ട്. ഓക്കെ. കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ ക്യാമ്പസുകളിൽ. ഓക്കെ. ഏത് തരം ജോലികൾക്കുള്ളവരെയാണ് ഇൻഫോ പാർക്ക് കൊച്ചിയിൽ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് തരം ജോലിക്കാരെയാണ് ഇവർ ആകർഷിക്കുന്നത്? ഇപ്പോൾ കൂടുതലും IT സർവീസസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. കുറേ പ്രോഡക്റ്റ് കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് സർവീസസ് ആണെങ്കിലും പ്രോഡക്റ്റ്സ് ആണെങ്കിലും കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഒരു ചെറിയൊരു ചാലഞ്ച് വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈക്കോസിസ്റ്റത്തിൽ അത്ര അധികം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ടാണ് ബാക്കി കമ്പനികളും വരുന്നത്. എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആയ ആൾക്കാർ വരാത്തത്? വരാത്തതല്ല, അതിന്
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കിവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഓരോ തരത്തിലുള്ള ഓരോ എക്സ്പീരിയൻസ് ലെവലിലുള്ള ആൾക്കാർക്കും അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഒന്ന് സെറ്റിലായിട്ടുള്ള ഫാമിലീസ് ആയിട്ട് ജീവിക്കുന്ന IT പ്രൊഫഷണൽസിന് അവരുടെ പ്രയോറിറ്റി അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അതുപോലെ നല്ല മെഡിക്കൽ സൗകര്യങ്ങൾ, പിന്നെ നല്ലൊരു ലങ് സ്പേസ്, നമുക്ക് പോയിരിക്കാൻ പാർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ്. ഇപ്പോൾ ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വീക്കെൻഡും നമുക്ക് മുന്നാറിൽ പോകാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ കുമരകത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് അവരാലോചിക്കും. കാരണം എല്ലാവരും നോക്കുന്നത് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ്. പിന്നെ ഇതിൽ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഡെമോഗ്രാഫിക് ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലത്തെ ഡെമോഗ്രാഫിക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിന് പുറത്തുള്ളവരാണ് പോപ്പുലേഷൻ കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈദരാബാദൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ കുറേയും കൂടെ ഡൈവേഴ്സാണ്. നമ്മുടെ കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ പോപ്പുലേഷൻ വളരെ സ്ക്യൂഡ് ടുവേർഡ്സ് മലയാളീസാണ്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി IT-നെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെയുള്ള മലയാളീസ് പുറത്ത് പോകുന്നത് പോലെ, ഇല്ലെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ മലയാളീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ കൊച്ചിക്ക് പഞ്ചാബികളെയോ ആസാമിലുള്ള ആൾക്കാരെയോ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. തീർച്ചയായും. ഇപ്പോൾ ടെക്കീസിനെ കുറിച്ച് പൊതുവേ ഒരു കൺസെപ്റ്റ്, അവരൊരു ഏലിനേറ്റഡ് സൊസൈറ്റിയാണ്, അവർ ഒരു പ്രത്യേക ജീവിത രീതി പിന്തുടരുന്നവരാണ്, സമൂഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു കൂട്ടം ആളുകളാണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ സത്യത്തിൽ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസഗ്രി ചെയ്യും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ബാംഗ്ലൂരിൽ താമസിച്ച ഒരാളാണ്. അവിടെയുള്ള പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്ന ടെക്കികളുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് സമൂഹത്തിലായാലും ഏത് തരം ജോലി ചെയ്യുന്നവരായാലും കുറേ ആൾക്കാർ അവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലുള്ളതുണ്ട്. ഈവൻ കൊച്ചിയിൽ തന്നെ ഐ ഹാഡ് സോ മെനി ഡിസ്കഷൻസ് വിത്ത് ഇവിടെയുള്ള ടെക്കീസ്. എല്ലാവർക്കും നമ്മുടെ സിറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യത്തിലും പല ഇനീഷ്യേറ്റീവ്സും ചെയ്യുന്ന ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോൾ ടെക്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. സ്വന്തം കാര്യം നോക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നതിൽ ടെക്കികൾ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ പുതിയ തലമുറയെ നോക്കുകയാണെങ്കിൽ അവർ ടെക്നോളജി പഠിക്കാനും ആ മേഖലയിലേക്ക് വരാനുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഏത് തരം കോഴ്സുകൾ പഠിക്കുന്നതാണ് നല്ലത്? ഇതിന് ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജി പഠിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു പ്രൊപ്പോസിഷനാണ്. കാരണം ടെക്നോളജി ഓരോ ദിവസം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്നു ഇന്ന ലാംഗ്വേജ് പഠിക്കൂ, ഇന്ന ടൂള് പഠിക്കൂ എന്ന് പറഞ്ഞാൽ അവരത് പഠിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ടൂൾ ഒബ്സലീറ്റ് ആവും, പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അത്രയും പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദാറ്റ് എബിലിറ്റി ടു ലേൺ ആൻഡ് ദെൻ ദാറ്റ് എബിലിറ്റി ടു അൺലേൺ. നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പറ്റണം. അൺലേണിന് കൃത്യമായൊരു മലയാളം വേർഡ് ഇല്ല. അപ്പോൾ അൺലേൺ ചെയ്യുക, പിന്നെ പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യുക. ഇതൊരു കോൺസ്റ്റൻറ്റ് സൈക്കിളാണ്. ഇപ്പോൾ അൺലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ അതുപോലെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടൂള് വെച്ചോ വേറൊരു അപ്രോച്ച് വെച്ചോ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ പഴയതായിട്ട് ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്ന് മാറിയിട്ട് പുതുതായിട്ട് ലേൺ ചെയ്ത്, അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ആണ്, ആ ഒരു സ്കില്ലാണ് വേണ്ടത്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ IT ഇൻഡസ്ട്രിക്ക് യോഗ്യതയുള്ള കുട്ടികളാണോ? IT ഇൻഡസ്ട്രിക്ക് അഡാപ്റ്റബിൾ ആണോ?
അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയധികം ആൾക്കാർ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞു. അവർ സർവൈവ് ചെയ്യുന്നുണ്ട്, എക്സൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം ഇതിന് പര്യാപ്തമാണോ എന്നുള്ളതാണ്. ഒരു ഗ്യാപ്പ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഐ മീൻ അതിനൊരു ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റഡിയിങ് ആണ്. സ്റ്റഡിയിങ് ഫോർ എൻ എക്സാം. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് സ്റ്റഡിയിങ്. വേറാസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യണം. ലേണിങ്ങും സ്റ്റഡിയിങ്ങും വളരെ ഡിഫറൻസ് ഉള്ളൊരു കാര്യമാണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കി അതൊരു പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ കരിക്കുലമൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസോ ഈവൻ നമ്മുടെ CBSEയോ ഒക്കെ നോക്കുമ്പോഴും ഒരു IB പോലുള്ള IB അല്ലെങ്കിൽ കാംബ്രിഡ്ജ് A ലെവലൊക്കെ പോലെയുള്ള ഒരു സിസ്റ്റം നോക്കുമ്പോഴും ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണുക. ഒന്ന് സ്റ്റഡിയിങ് ആണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ഈവൻ ബിക്കം എ റോട്ട് ലേണിംഗ് പ്രോസസ്സ്. വേറാസ് മറ്റേതിൽ ഇത് കൂടുതലും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. IBയിലൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി അതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഓഫ് ലേണിംഗ് ട്യൂണിങ് ആവശ്യമുണ്ട് അല്ലേ? കുട്ടികൾ പുറത്തു വരുന്ന കുട്ടികൾ ഒന്ന് അബ്സല്യൂട്ട്ലി. അങ്ങനെയാണെങ്കിലും ഇത്രയധികം കുട്ടികളാണ് IT ലക്ഷ്യമാക്കി വിദ്യാഭ്യാസം നേടുന്നത്. ITയുടെ ഒരു ഭാവി എന്താണ്? ITക്ക് എപ്പോഴും വളരെ ശോഭനമായൊരു ഭാവിയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IT ഒരു ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ IT അല്ലെങ്കിൽ ടെക്നോളജി എല്ലാ ഇൻഡസ്ട്രികളിലേക്കും അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. കറക്റ്റ്. ഇതിപ്പോൾ നമ്മൾ ഏത് കാര്യം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു പ്രധാന ഒരു കാര്യം വരുന്നത് IT ആണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നവരും ഫ്രിഡ്ജ് ഉണ്ടാക്കുന്നവരും കാർ ഉണ്ടാക്കുന്നവരും ഒരു കാലത്ത് അതുമാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരൊക്കെ അതിൽ സെൻസേഴ്സും അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൽ ആപ്ലിക്കേഷൻസും അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ IT എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിലും എംബഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ അത്രയധികം പോസിബിലിറ്റീസ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പോൾ US ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും അവിടുത്തെ IT കമ്പനികളെ ബാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ? അത് ഇപ്പോൾ ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പലതും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ എ ഗ്രോയിങ് എക്കോണമി. ഇപ്പോൾ സോ നമ്മൾ മൂന്നാമത്തെ വലിയ എക്കോണമി ആവുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രണ്ടാമത്തതോ ഒരുപക്ഷെ ഒന്നാമത്തതോ വലിയ എക്കോണമി ആയി വരാം. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാർക്കറ്റ്, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ സസ്റ്റെയിൻ എ ഹ്യൂജ് IT ഇക്കോസിസ്റ്റം. അപ്പോൾ ഈ ഒരു 1.4 ബില്യൺ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രീസിലൊക്കെ IT വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പൊട്ടൻഷ്യലാണ് ഇവിടെ വരാൻ പോണത്. പക്ഷേ ഇപ്പോഴും നമ്മൾ UK US ബേസ്ഡ് ആയിട്ടുള്ള ഓർഡറുകളെ ഡിപ്പെൻഡ് ചെയ്തല്ലേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ IT വ്യവസായം മുന്നോട്ട് പോകുന്നത്? അത് പ്രിഡോമിനൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ആ ഒരു കോസ്റ്റ് ആർബിട്രാഷിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ IT വളരുന്നത് IT സർവീസസിലൂടെയാണ്. അത് വന്നത് തന്നെ ഈ ഒരു കോസ്റ്റ് ആർബിട്രാഷിലാണ് വരുന്നത്. അത് പക്ഷേ സ്ലോലി അത് ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള വേജസ് കൂടുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ കൂടുന്നുണ്ട്. ഇപ്പോൾ പുതുതായി വരുന്ന പല സ്റ്റാർട്ടപ്സും, ഇപ്പോൾ ഒരുപാട് യൂണിക്കോൺസ് നിങ്ങൾ നോക്കിക്കോ, ദേ ആർ ഓൾ ഇന്ത്യ ഫോക്കസ്ഡ്. ഇപ്പോൾ നമ്മുടെ ഫിൻടെക് ഇൻഡസ്ട്രി നോക്കിയാൽ, നമ്മുടെ ഫിൻടെക് ഇൻഡസ്ട്രി പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൻടെക് ഇൻഡസ്ട്രി വേറെ ലോകത്തിൽ പല സ്ഥലത്തും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ എവിടെ നിന്നും UPI വെച്ച് നമ്മുടെ മൊബൈൽ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇതേ കാര്യം ഒരു ഡെവലപ്പ് കൺട്രിയിൽ പോയി നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല.
അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ആ തരത്തിലുള്ള ഇന്നോവേഷൻസ്, ഈവൺ ഇന്ത്യ സെൻട്രിക് ഇന്നോവേഷൻസ്, പക്ഷെ അത് നമ്മൾ കേരളത്തിൽ നിന്ന് വരണം. ഓക്കെ. പക്ഷേ ഈ വലിയ കമ്പനികൾ ഇപ്പം ഗൂഗിളും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെയുള്ള കമ്പനികൾ ലേ ഓഫ് ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ട്, ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭീഷണിയായിട്ട് വരികയല്ലേ ചെയ്യുന്നത്? അല്ല, അവർ ജീവനക്കാരെ കുറയ്ക്കുന്ന മാത്രമല്ല, അതിനൊരു രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു സൈഡിൽ അവർ ജീവനക്കാരെ കുറക്കുന്നു, മറ്റേ സൈഡിൽ അവർ ജീവനക്കാരെ ഹയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസം മുമ്പേ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, IBM ഇത്ര ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് കൊച്ചിയിൽ IBM ഇസ് ഗ്രോയിങ്. ഇവിടെ പറയുന്നത്, ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഇഫ് ദേ ഗ്രോ ടു say 3,000 or 4,000 pretty soon, and then maybe 10,000 or 15,000 at a later point in time. പക്ഷേ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കിൽ മിസ്മാച്ചാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സ്കില്ലിനെ നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്കില്ലിനെ കൊണ്ടുവരുന്നു. ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് സ്കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജോബ്സ് ആർ ഓൾവേസ് ഇൻ ഡേഞ്ചർ. കറക്റ്റ്. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഈ ജോബിൻ്റെ അവസരങ്ങൾ കുറയുകയല്ലേ ചെയ്യുന്നത്? ChatGPT അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ വരുന്ന സമയത്ത് ജോലിയുടെ അവസരങ്ങൾ കുറയുകയല്ലേ ഉണ്ടാവുക? അല്ല, അതിലും നമ്മൾ ഇതേ ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഒരു സൈഡിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ജോലികളാണ് റീപ്ലേസ് ചെയ്യപ്പെടുക. ഒരുപാട് ജോലികൾ റീപ്ലേസ് ചെയ്യപ്പെടും. നമ്മളെ റുട്ടീൻ ജോബ്സൊക്കെ ഇപ്പം മെഷീനിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതല്ലാത്ത പല പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ കണ്ടന്റ് റൈറ്റിംഗ് ഒരു IT ജോലിയാണ്. ഇപ്പോൾ ഒരു IT ജോലിയാണ്. ഇപ്പോൾ പലതും പല കണ്ടന്റ് റൈറ്റിങ്ങും മേ ബി നിന്ന് പോവും. കാരണം അത് AI ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതേ സമയത്ത് വേറെ ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ പുതിയ കാര്യങ്ങൾ, ആ കണ്ടന്റ് റൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് AI പറയേണ്ടത്, ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് ഒരു പുതിയ ഒരു മേഖലയായിട്ട് വരുന്നുണ്ട്. അതുപോലെ AI-ലും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ആൾക്കാർ പോയാൽ പോലും വേറൊരു മേഖലയിൽ ജോലികൾ വരും. പക്ഷേ ഈ പുതിയ മേഖലകൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നൽകാൻ നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. നമ്മളതിന് പര്യാപ്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല നമുക്കുള്ളത്. അല്ല, അതിപ്പം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ പുതിയ മേഖലകൾ വരുന്നത്. ഇപ്പോൾ 2030 ഉണ്ടാകുന്ന 50% ജോലികൾ എന്താണെന്ന് പോലും ഇന്ന് ആൾക്കാർക്ക് അറിയില്ല. അതിനനുസരിച്ച് നമ്മളെങ്ങനെ ആൾക്കാരെ ട്രെയിൻ ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ കുട്ടിക്കും ഇല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് പഠിക്കാനും പഠിച്ചത് അൺലേൺ ചെയ്ത് പുതിയത് ലേൺ ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റണം. എന്ത് പുതിയ കാര്യങ്ങളുണ്ടെങ്കിലും അതിപ്പോൾ AI നമ്മളെ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്നു. ആ ഒരു കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലാതെ നമുക്കൊരാളെയും സ്പൂൺ ഫീഡ് ചെയ്ത് ഇന്നത് ചെയ്യൂ, അടുത്ത 10 കൊല്ലം ഇല്ലെങ്കിൽ അടുത്ത 20 കൊല്ലം ഇയാൾ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാമെന്ന് പറയുന്നതിന് പകരം പഠിക്കാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു IT സ്പേസിനുണ്ടാകാവുന്ന മാറ്റം എന്തൊക്കെയായിരിക്കും? ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ഈ IT സ്പേസ് എന്നുള്ളത് IT സർവീസസ് അതിനൊരു ഡിക്ലൈൻ കാണും. കാരണം ഈ വലിയ $multi-million കോൺട്രാക്ട്സ് ഒക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇത് IT ബാക്കിയുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ എനിക്ക് പ്രോഗ്രാം എഴുതാൻ മാത്രമല്ല, എനിക്ക് പവർ ട്രെയിനിനെ പറ്റിയിട്ടുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണ് അതിൽ സെൻസർ വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നുള്ള കാര്യം എനിക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ്, നമ്മുടെ ആ ഒരു തരത്തിലുള്ള ഇപ്പോൾ അഗ്രിടെക് ആണെങ്കിലും അഗ്രികൾച്ചറിലൊക്കെ ഒരുപിടി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത്, അതുപോലെ ഇപ്പോൾ ബയോടെക് അതിലൊരുപിടി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക്
നോളജ് ഉണ്ടാക്കിയിട്ട് IT ആസ് എ സപ്ലിമെൻറ്റിങ് സ്കിൽ ആയിട്ട് വരണം. പക്ഷേ അത്തരം ലോകോത്തര നിലവാരമുള്ള ഒരു IT പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നാളെ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അല്ല, ഇപ്പോൾ ഞാൻ തന്നെ പറയാം, ഇവിടെ ഇൻഫോ പാർക്കിൽ ഒരു ഡ്രൈവർലെസ് കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ പല ആൾക്കാരും പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അവരൊരു ലോകോത്തര നിലവാരത്തിൽ ഇന്നെത്തിയിട്ടില്ലെങ്കിലും അടുത്ത 6 മാസത്തിലോ ഇല്ലെങ്കിൽ 2 കൊല്ലത്തിലോ അവരെത്തിക്കൂടായിക ഇല്ലേ? അങ്ങനെ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇപ്പം നമ്മുടെ മലയാളി ഇപ്പം ബൈജു രവീന്ദ്രൻ അതുപോലെ ഒരു എട്ടക് കമ്പനി ബൈജൂസ് പോലെ ഉണ്ടായിട്ട് അത് വളരെ പരിമിതമായ റിസോഴ്സസ് ആയിട്ട് അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബൈജൂസിൻ്റെയൊക്കെ ഒരു തകർച്ച നമ്മളുടെ വളർച്ചയ്ക്ക് എന്താണ് അവരുടെ വളർച്ചയ്ക്ക് പ്രതിബന്ധമായിട്ട് വരുന്നത്? അല്ല, അതൊരു മലയാളി പ്രോബ്ലമായിട്ട് നമ്മൾ കാണണ്ട. അത് അതിനൊക്കെ ടെക്നോളജി കമ്പനി ആയിരുന്നല്ലോ, എട്ടക് ആയിരുന്നു, അതിൻ്റെതായിട്ടുള്ള കമ്പനി ആയിരുന്നു. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുക, അത്രയും പെട്ടെന്ന് വാല്യുവേഷൻ കൂട്ടുക, ഒരുപടി ആൾക്കാരെ ഹയർ ചെയ്യുക. ആ ഒരു ബിസിനസ്സിനപ്പോഴും അതിനൊരു ഫണ്ടമെൻ്റൽസ് ഉണ്ട്. നമ്മുടെ യൂണിറ്റ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ബേസിക്കലി ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റവന്യൂസ് ഉണ്ടാക്കുന്നു, നമ്മുടെ എക്സ്പെൻസസ് ഉണ്ട്, ആ ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. എഗ്രി. അതല്ലാതെ അതിൻ്റെ ടെക്നോളജി മാറുന്നതനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന കമ്പനികളുണ്ട്. അല്ല, ഇതൊക്കെ ബിസിനസ് സ്ട്രാറ്റജിയിലുള്ള പ്രശ്നങ്ങളാണ്. അതെ, ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ ഒഴിവായി പോകുന്ന കമ്പനികൾ ഒരുപാടുണ്ടല്ലോ. അതും ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നുള്ളത് അതും ബിസിനസ് സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി അത്രയും ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം നമ്മൾ ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മളെപ്പോഴും ഈ ചേഞ്ചസിനെ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്ത് അത് പഠിച്ച് അതെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ബിസിനസ് സ്ട്രാറ്റജി പ്രോബ്ലം. കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത 10 വർഷത്തിന് ശേഷം IT ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അടുത്ത 1 വർഷത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ 2022 ഒക്ടോബറിൽ നോബഡി ന്യൂ ദാറ്റ് OpenAI is coming up with something like ChatGPT. പക്ഷേ 2022 നവംബറിൽ അത് വന്നപ്പോൾ ദാറ്റ് ചേഞ്ച് ദ വേൾഡ്. നമ്മുടെയൊക്കെ പെർസെപ്ഷൻസ് മാറി. അപ്പോൾ അതുപോലെ ഒരു ഡിഫൈനിങ് മോമെൻറ്റ് മേ ബി ചിലപ്പോൾ നാളെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായിരിക്കും അടുത്ത 10 വർഷത്തേക്കോ അടുത്ത 2 വർഷത്തേക്കോ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ വൺ തിങ് ഈസ് ക്ലിയർ, things like artificial intelligence, it's going to grow. ഇപ്പോൾ AI AGI ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർ ജനറൽ ഇൻ്റലിജൻസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെഷീൻസ് കുറേയും കൂടി ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ അടുത്തേക്ക് കുറേയും കൂടെ ക്ലോസർ ആയിട്ട് വരും. കറക്റ്റ്. ഇത്രയൊക്കെ ചലഞ്ചിങ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയേറെ ആൾക്കാർ IT ആകർഷിക്കപ്പെടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ IT എപ്പോഴും ഒരു പുതിയ കാര്യമാണ്. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു പുതിയ കാര്യത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ ട്രഡീഷണലി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ IT വരുന്ന സമയത്ത് IT ആ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. കാരണം IT വേജസ് കൂടുതലാണ്. പിന്നെ ഇറ്റ്സ് ആൾവേസ് എ വൈറ്റ് കോളർ ജോബ്, ഓഫീസിൽ AC ഓഫീസിലിരിക്കാം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. പക്ഷേ പിന്നെ IT ഒരു മെയിൻ സ്ട്രീം ഒരു ഇൻഡസ്ട്രിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്തൊരു ഇൻഡസ്ട്രിയാണ്. ഒരു വലിയ നമ്മുടെ എക്സ്പോർട്സിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയായി മാറി. ഒരു റെക്കഗ്നേഷനുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പോൾ ഇൻ ജനറൽ ആൾക്കാർ അതിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നു. ആൻഡ് ദെൻ ദാറ്റ് കണ്ടിന്യൂസ്. പിന്നെ ഓബിയസ്ലി ന്യൂ തിങ്സ് ആർ അതുപോലെ തന്നെ IT ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. IT പെട്ടെന്ന് മടുക്കുമോ? IT ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. മോണോട്ടണസ് ജോബാണോ അത്? ഡിപ്പെൻഡ്സ് ഓൺ ദ ജോബ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു IT ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം പുതിയ പ്രോജക്റ്റ് ആണോ അല്ല മെയിൻ്റനൻസ് പ്രോജക്റ്റ് ആണോ എന്നാണ്. മെയിൻ്റനൻസ് പ്രോജക്റ്റ് ആണെങ്കിൽ ദാറ്റ്സ് കൺസിഡേർഡ് ടു ബി എന്നാണ് ഒരു സ്ലൈറ്റ്ലി
ബോറിങ് മൊണോട്ടണസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെയാണ് ജനത്തിൻ്റെ ഒരു ധാരണ. അതുപോലെ വേറെ കുറേ ജോബ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ IT എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, IT-യിൽ തന്നെ പല 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 ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ ചില ഫങ്ഷൻസൊക്കെ ഇതുപോലെ മൊണോട്ടണസും മുണ്ടേനൊക്കെ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചിലപ്പം മടുക്കും, ചില ആൾക്കാർക്ക് മടുക്കും, പക്ഷേ ചില ആൾക്കാർക്ക് അതൊരു കംഫേർട്ട് സോണാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ദിവസവും പുതിയൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും മടുക്കും. പക്ഷേ ഇതിനൊരു പ്രായപരിധിയില്ല. ഒരു യുവത്വം കഴിയുന്നതോടുകൂടി IT ഉപേക്ഷിക്കേണ്ടി വരികയല്ലേ ചെയ്യുന്നത്? എന്ന് ഞാൻ പറയില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊക്കെ ഇപ്പോഴും IT ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം 30 വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും ഇന്നും പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നു, ആ ഒരു ഹെക്ടിക് സൈക്കിൾ ഓഫ് ലേണിംഗ് ആൻഡ് അൺലേണിങ്ങുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നു. അതിനനുസരിച്ചിട്ടിരിക്കും കാര്യങ്ങൾ. ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റുന്ന ഒന്നാണോ IT? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ ഡെയിലി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആണെങ്കിലും എനിക്കത് പഠിക്കാൻ പറ്റുന്നതിൽ വിഷമമില്ല. അതുപോലെ തന്നെ 60 വയസ്സുള്ളവരും 70 വയസ്സുള്ളവരൊക്കെ ഇത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 10-15 വർഷം മുന്നേ 10 വർഷം മുന്നേ ഉണ്ടായ ഒരു കമ്പനിയിൽ ഒരു സീനിയർ പ്രോഗ്രാമർ ഉണ്ടായിരുന്നു. അങ്ങേർക്ക് 65 വയസ്സായിരുന്നു അന്ന്. അപ്പോൾ പ്രായം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാരിയർ മാത്രമാണ്. അത് ഏത് പ്രായത്തിലും പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അത് നമുക്ക് പ്രായമായി ഇനി ഇത് പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഈ പുതിയ IT തലമുറയെക്കുറിച്ച് എന്താണ്, പുതിയ IT-യിലേക്ക് വരുന്ന കുട്ടികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പ്രതീക്ഷയുണ്ടോ അവരിൽ? പ്രതീക്ഷയുണ്ട്. അതിപ്പോൾ പുതിയ ജനറേഷനിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ ജനിച്ച ഒരു സമയം എന്ന് പറയുന്നത് ഐ വിഷ് ഐ ഹാഡ് ബോൺ ഡ്യൂറിങ് ദിസ് ടൈം. കാരണം അവർ ജനിച്ച് വീഴുന്നത് ഈ ഒരു ടെക്നോളജിയിലൊക്കെയാണ്. ഞങ്ങളൊക്കെ പ്രീ ഇൻ്റർനെറ്റ് കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ദ ന്യൂ ജനറേഷൻ ഹാസ് ഇസ് എ ലോട്ട്. പക്ഷേ അവർക്കൊരു പർപ്പസ് വേണം. സോ ആ ഒരു കാര്യത്തിലാണ് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുള്ളത്. ഐ എം നോട്ട് ജനറലൈസിങ് ഇറ്റ്, ബട്ട് എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഞാൻ പലപ്പോഴും യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒരു വലിയ മജോറിറ്റി ഓഫ് യങ്സ്റ്റേഴ്സ് അവർക്കൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ സാമ്പത്തിക വളർച്ചയിലും ഓവറോൾ ഡെവലപ്മെൻറ്റിലും അവർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് ദാറ്റ് ദേ ഷുഡ് ബിൽഡ് ദാറ്റ് സെൻസ് ഓഫ് പേർപ്പസ്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊരു പാഷൻ ഉണ്ടാക്കണം. ആ പാഷനൊക്കെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഡു വണ്ടേഴ്സ്. കേരളത്തിൻ്റെ ഒരു IT സ്കോപ്പ് എന്താണ് ഭാവിയിലേക്കുള്ളത്? ഐ എം വെരി പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സ്കോപ്പുള്ളൊരു കാര്യമാണിത്. ഈ ഒരു IT അല്ലെങ്കിൽ ഈ ടെക്നോളജി ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ദെൻ വി ഷുഡ് മേക്ക് എ പോസിറ്റീവ് ചേഞ്ച് ഫോർ കേരള. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. IT-യിൽ കേരളത്തേക്കാൾ കൂടുതൽ സാധ്യത കേരളത്തിന് പുറത്താണ്. കുട്ടികൾ പഠനം കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? അതിനെയും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവർക്ക് കിട്ടാവുന്ന ഒരു എക്സ്പോഷർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ കരിയറിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പോഷർ, ഞാൻ ആൾമോസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഉടനെ US പോയി കുറേ കാലം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു കൾച്ചർ കാണാനും അവരുടെ ആ ഒരു വർക്കിംഗ് സിസ്റ്റം കാണാനും അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അത് കഴിഞ്ഞാണ് ഞാനൊക്കെ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂരോ ഹൈദരാബാദോ കുട്ടികൾ പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതേസമയം നമ്മൾക്ക് മറ്റുള്ളവരെ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ അട്രാക്റ്റ് ചെയ്യാനും പറ്റണം. ഇത് വൺ സൈഡഡ് ആവുന്നതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് പീപ്പിൾ, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്,
അത് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഉണ്ടാവണം. അവർ അങ്ങോട്ട് പോട്ടെ, പക്ഷെ അതേപോലെ മറ്റുള്ളവർ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പഠിക്കട്ടെ, അവർക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പോഷർ വരട്ടെ. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. അപ്പോൾ അതുപോലെ നമ്മൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക, പോകുന്നവരെ അക്സെപ്റ്റ് ചെയ്യുക, പോയവർ തിരിച്ചു വരും, പലരും തിരിച്ചു വരും, ചിലവർ തിരിച്ചു വരില്ല, പലരും പുറമേ നിന്ന് ഇവിടത്തേക്ക് വരണം, ചിലവർ തിരിച്ചു പോകും. അങ്ങനെ നമുക്ക് ആ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ്. ഈ ഐ ടി മനുഷ്യ ജീവിതത്തെ ഏത് തരത്തിൽ എൻഹാൻസ് ചെയ്യും എന്ന് കരുതുന്നു? അത് ഞാൻ ആൻസർ പറയുന്നതിനേക്കാളും നല്ലത്, സോ യു ജസ്റ്റ് ലുക്ക് ബാക്ക്. ഇൻ്റർനെറ്റ് വന്നപ്പോൾ, ഇല്ലെങ്കിൽ പ്രീ ഇൻ്റർനെറ്റ് കാലത്ത് ജീവിച്ചവരാണല്ലോ നമ്മൾ രണ്ടുപേരും. അതിനു മുമ്പ് നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഐ ടി വന്നതുകൊണ്ട് നമ്മൾ സിറ്റീസിലുണ്ടെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ് ഓൺ യുവർ മൊബൈൽ. അപ്പം നമ്മുടെ ജീവിതത്തിനെ അത്രത്തോളം മാറ്റിമറിച്ച വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. കറക്റ്റ്. ഇതിന് ഭാവിയിലേക്ക് ഇത് കൂടുകയല്ലേ ചെയ്യുക? ഇത് കൂടുകയുള്ളൂ. ഈവൻ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു, ആ ഇമെയിലിന് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാനത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ഒരു ബോട്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് വരുന്ന ഇമെയിൽ വായിച്ച് ആ ഇമെയിലിന് മറുപടി ബോട്ട് ചെയ്യും. ആ ഒരു ഇതിലേക്ക് ഈവൻ ഇന്ന് നമ്മളെത്തിയിട്ടുണ്ട്. അത് ഞാൻ ഏത് തരത്തിലാണോ റിപ്ലൈ ചെയ്യുന്നത് അതേ തരത്തിൽ ആ ബോട്ടിന് റിപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ചെയ്യുന്ന റുട്ടീനായിട്ട് നമുക്ക് ചിലപ്പോൾ വളരെ മൊണോട്ടണസ് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തന്നെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള വകുപ്പ് നമുക്കുണ്ട്. ഇത് അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുകയാണ് ചെയ്യാൻ പോണത്. ഓക്കെ. ഇൻഫോ പാർക്കിനെ കുറിച്ചും ഐ ടി മേഖലയെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു. വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു.